ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ഹിമയെ നേരെ ഐസിയുവിലേക്കാണ് കയറ്റിയത്. ദേവാകെ പരവേശപ്പെട്ടു. തൻ്റെ കുഞ്ഞിനെ കുറിച്ചായിരുന്നില്ല അവൻ്റെ ചിന്ത. പകരം അവൻ്റെ ആദ്യവും ടെൻഷനുമെല്ലാം അവൾ ഒരുവളെക്കുറിച്ച് മാത്രമായിരുന്നു. ഡോക്ടർ അവനെ വിളിപ്പിച്ചതും അവൻ അയാളുടെ മുറിയിലേക്ക് ഓടി. ഡോക്ടർ അവനൊന്ന് അടിമുടി നോക്കി. സാർ, അവൾക്ക് എങ്ങനെയുണ്ട്? ആദ്യോടവൻ ചോദിച്ചു. തലയ്ക്ക് പിന്നിലെ മുറിവ് അത്ര കുഴപ്പമില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിരുന്നല്ലേ, അതുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് കൂടി ഒന്ന് ഉറപ്പ് വരുത്തണം. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ വീണ്ടും ചോദിച്ചു. അപ്പം തന്നോടാളൊന്നും പറഞ്ഞിരുന്നില്ലേ? ഡോക്ടർ അവനെ സംശയത്തോടെ നോക്കി. എന്താ ഡോക്ടർ? അവൻ അല്പം പതർച്ചയോടെ കാര്യം തിരക്കി. എടോ, ഈ പ്രഗ്നൻസി വളരെ റിസ്ക്കാ. മഹിമയ്ക്കൊരു കുഞ്ഞിനെ താങ്ങാനാകില്ല. കുഞ്ഞിനെ പ്രസവിക്കുന്നത് ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആ കുട്ടിയോട് വ്യക്തമായി തന്നെ പറഞ്ഞതാ. പക്ഷേ ആബോർഷൻ ആ കുട്ടി തയ്യാറായില്ല. അതിൻ്റെ കൂടിയാണ് ഇപ്പം ഇങ്ങനൊരു വീഴ്ച. ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഡോക്ടറുടെ വാക്കുകൾ അവൻ്റെ മേലൊരു ഇടുത്തി പോലെ വന്നു വീണു. അവൻ്റെ മിഴികൾ നിറഞ്ഞൊലിച്ചു. ഇതിനി ഒന്നും ചെയ്യാനാവില്ലേ? ഇടറിയ സ്വരത്തോടെ അവൻ ചോദിച്ചു. ഇപ്പം 8-ാം മാസം ആയില്ലേ? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ 100% പറ്റും. പക്ഷേ ആ കുട്ടി... ഡോക്ടർ അവനോട് കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു കൊടുത്തു. ഹൃദയം തകർന്നവൻ അയാൾക്ക് മുമ്പിലിരുന്നു. ചന്തു ആവേശത്തോടെ തൻ്റെ ബാഗ് ഒരുക്കി. അവളെ സഹായിക്കാൻ ലച്ചു കൂടെയുണ്ട്. ഇപ്പം ചന്തുവിൻ്റെ പനിയും പോയി, എല്ലാം പോയി. ചാടിത്തുള്ളി നടക്കുന്നവളെ കണ്ട് ലച്ചു കണ്ണു പിടിച്ചു പോയി. എടി, നീ ശരിക്കും പോവാണോ? പിന്നെ പോകാതെ. ഞാൻ ഇന്നവരെ മുംബൈ കണ്ടിട്ടില്ല. അവിടെ ചെന്നിട്ട് വേണം അടിച്ച് പൊളിക്കാൻ. നീ പോയാ പിന്നെ എനിക്കിവിടെ ആരാ? ലച്ചു അല്പം സങ്കടത്തോടെ ചോദിച്ചു. അതാണോ? ഒരു കാര്യം ചെയ്യാം. ഞാൻ അവിടെ പോയി കുറച്ച് കഴിയുമ്പോൾ നിന്റെ എണ്ണ സോപ്പിട്ട് നിന്നെയും കൊണ്ടുവരാം. ആ, എങ്കിൽ കുഴപ്പമില്ല. ലച്ചുവും ഫോമിലായി. പിന്നെ രണ്ടും കൂടി ഓരോ ചാളി അടിച്ച് സമയം കളഞ്ഞു. ബാനു അച്ചാറും ചമ്മന്തിപ്പൊടിയെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചു. നാളെ പോകുന്നത് കൊണ്ട് തന്നെ ചന്തുവിൻ്റെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. വേണുവും ഗീതയും കൂടി കാര്യം കേട്ടപ്പോഴേ മകളെ കാണാനും അവരെ യാത്രയാക്കാനും കൂടി നാളെ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞു. സൂര്യ ആരേക്കെയോ വിളിച്ച് പോകുന്ന ഡേറ്റ് അറിയിച്ചു. എല്ലാവരും വന്നാകെ സന്തോഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് ചന്തു. അവളുടെ മുഖം തെളിഞ്ഞപ്പോൾ തന്നെ ആ വീടുണർന്നു. ഹോസ്പിറ്റൽ ബെഡിൽ തളർന്നുറങ്ങുന്ന പെണ്ണിനെ അന്ന് ആദ്യമായി ദേവ് മനസ്സ് നിറഞ്ഞ പ്രണയത്തോട് നോക്കി. അതെ, പ്രണയമായിരുന്നു തനിക്കവളോട് അംഗീകരിച്ചു കൊടുക്കാത്ത പ്രണയം. നഷ്ടാകുന്ന ഉറപ്പായ നിമിഷം വൈകിയെന്ന തിരിച്ചറിവ്. അവൻ്റെ കണ്ണുകൾ അവളുടെ വീർത്തുന്തിയ വയറിലേക്ക് ചെന്നു. ഒരു കുഞ്ഞിന് വേണ്ടിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താൻ ആ പെണ്ണിനെ വിലക്ക് വാങ്ങി. ഒരു IVF ട്രീറ്റ്മെൻറ്റ് സാധ്യമായിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ചൊരു താലിയുടെ ബലം പോലും ഇല്ലാതെ കൂടെ കിടത്തി. അപ്പോഴും അംഗീകരിച്ചു കൊടുത്തില്ല തനിക്കിവളോട് പ്രണയമാണെന്ന്. പണം കൊടുത്താൽ പല സ്ത്രീകളും വരുമായിരുന്നു. എന്നിട്ട് താൻ തിരഞ്ഞെടുത്തത് ഇവിടെ തന്നെയാണ്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനേക്കാൾ താൻ അവളെയാണ് സ്നേഹിക്കുന്നത്. ജീവനോടെ തൻ്റെ പെണ്ണിനെ തിരികെ കിട്ടിയെങ്കിൽ. ദേവാകെ വിഷമിച്ചു പോയി. തൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം വാങ്ങിയെങ്കിലും അവളുടെ മിഴികളിൽ താൻ തന്നോടുള്ള പ്രണയം കണ്ടിരുന്നു. ഒരിക്കലും അതിൽ കപടതയില്ലായിരുന്നു. പലപ്പോഴും തന്നെ കൂടെ ഒന്ന് പരിഗണിക്കുമെന്നവളുടെ മിഴികൾ കെഞ്ചിയിട്ടുണ്ട് എന്നവൻ ഓർത്തു. അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ചു. ആർക്ക് വേണ്ടി? സമയം കടന്നുപോയി. മഹിമ പതിയെ മയക്കം വിട്ടുണർന്നു. കാല് തട്ടി നിലത്തേക്ക് വീണതോർക്കെ അവൾ തൻ്റെ വയറിനെ പേടിയോടെ പൊതിഞ്ഞു പിടിച്ചു. അത് കണ്ട ദേവൻ വേഗം അവൾക്കടുത്തേക്ക് ചെന്നു. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പേടിയോടെ അവൻ ചോദിച്ചതും ഇല്ലെന്നവൾ തലയാട്ടി. അവൻ അവളെ തന്നെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. തൻ്റെ ഷോപ്പിൽ വെറും ഒരു സെയിൽസ് കീഴായിരുന്നവൾ. തൻ്റെ മുമ്പിൽ പണത്തിന് വേണ്ടി വന്ന് കെഞ്ചിയപ്പോഴാണ് താൻ ശരിക്കും അവളെ ശ്രദ്ധിച്ചത്. അന്നെന്തോ ഒരു ആകർഷണം തോന്നിയിരുന്നു. പെണ്ണെന്ന വർഗത്തിനുള്ള വെറുപ്പ് കൊണ്ട് അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. ഇന്ന് തൻ്റെ ജീവൻ തന്നെയാണ് ഈ പെണ്ണ്. ഹിമ. ദേവ ആദ്രമായി വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവളെ സ്നേഹത്തോടെ അവളുടെ മാത്രം മുറിയിൽ വെച്ച് വിളിക്കുന്ന പേര്. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എടോ, തനിക്കെന്നോട് ദേഷ്യമാണോ? അവൻ സൗമ്യമായി ചോദിച്ചതും അവളില്ലെന്ന് വേഗം തലയാട്ടി. തനിക്കറിയോ, എൻ്റെ അമ്മെന്ന് പറയുന്ന സ്ത്രീ എൻ്റെ അച്ഛനെ ചതിച്ച് പണത്തിന് പിറകെ പോയവരാ. അവരായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ വെറുത്ത ആദ്യത്തെ സ്ത്രീ. പിന്നീട് കുഞ്ഞായെന്ന് എന്നെ നോക്കാനായി അച്ഛൻ ജോലിക്കാരിയെ വെച്ചു. അച്ഛനില്ലാത്ത സമയം കാമുകനെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്നെ ഉപദ്രവിക്കുകയും ചെയ്യായിരുന്നവർ. അതാണ് ഞാൻ വെറുക്കുന്ന രണ്ടാമത്തെ സ്ത്രീ. ദേവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാതെ ഹിമ അവനെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ പണം മാത്രം അവൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെയും വെറുത്തു. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഒരുത്തി ഇഷ്ടം പറഞ്ഞ് കൂടെ കൂടി. പിന്നാലെ നടന്ന് ഇഷ്ടം പിടിച്ചു പറ്റുകയായിരുന്നു അവൾ. ഒടുവിൽ അവൾ ഞാൻ അറിയാതെ മറ്റൊരു കള്ളക്കാമുകനോട് കൂടെ റിലേഷൻ വെച്ചുകൊണ്ട് എന്നെ ചതിച്ചു. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവളെ ഒന്ന് നോക്കി. ഇനി താൻ പറ,
എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ അറിഞ്ഞ സകല സ്ത്രീകളും ചതിച്ചു എന്നെ. പിന്നെ ഞാൻ എങ്ങനെ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടും, വിശ്വസിക്കും? അവൾ ഉത്തരമില്ലാതെ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. തന്നോട് എൻ്റെ ഉള്ളിൽ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തന്നെയും ഞാൻ ഭയന്നു പോയിടും. താനും എന്നെ ചതിക്കൊന്ന് കരുതിപ്പോയി. ദേവന്റെ വാക്കുകൾ ഇടറി മഹിമ അവനെ നോക്കി കണ്ണുനീര് വാർത്തു. പക്ഷേ തെറ്റിപ്പോയി. താൻ എന്നെ വല്ലാതെ തോൽപ്പിച്ച് കളഞ്ഞു. സത്യമായി നിന്നെ ഞാൻ അറിഞ്ഞത് എൻ്റെ പ്രണയം കൊണ്ട് തന്നെയായിരുന്നു, അല്ലാതെ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമായിരുന്നില്ല. സ്വന്തം അനിയൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവനിൽ തന്നെ പണയം വെച്ച നിന്നോട് എനിക്ക് ബഹുമാനമായിരുന്നു. പക്ഷെ എവിടേക്കോ ഒരു ഭയം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. ഹിമ അവനെ സന്തോഷത്തോടെ നോക്കി. തൻ്റെ ദേവേട്ടൻ തന്നെ ഇഷ്ടമാണെന്ന് അറിയിക്കുകയായിരുന്നു ആ പാവം പെണ്ണ്. ആ സമയം അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. വേണ്ടിയിരുന്നില്ല ഹിമ, നിന്റെ ജീവൻ വെച്ച് നീ എനിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ചുമക്കാൻ പാടില്ലായിരുന്നു. അന്നേ നീ ഇത് എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെക്കുമായിരുന്നു. നീയാടി എനിക്ക് വലുത്. നീ എൻ്റെ കൂടെ ജീവനോടുണ്ടെങ്കിൽ എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും എനിക്ക് കിട്ടില്ലേ? അവൻ്റെ ഇടറിയ വാക്കുകൾ കേട്ട് ഹിമ പൊട്ടിക്കരഞ്ഞു. അവൾക്കിതെല്ലാം ഒരു സ്വപ്നമാണെന്ന് പോലും തോന്നിപ്പോയി. ഹിമയോട് ദേവ് തൻ്റെ മനസ്സ് തുറന്നു. മഹിമയ്ക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു പൊട്ടും പോലെ തോന്നി. അവളുടെ ഹൃദയം ഒരു വേള തൻ്റെ ആയുസിനെ കുറിച്ച് ഓർത്ത് വേദനിച്ചു. ഇനി എങ്ങനെ പോയാലും 1.5 മാസം, അത്രയേ ഉള്ളൂ തൻ്റെ ആയുസ്. ദേവ് അവൾ വേദനയോട് നോക്കി. വിട്ടുപോകരുതവൻ തന്നോട് അപേക്ഷിക്കും പോലെ തോന്നി അവൾക്ക്. വീണ്ടും അവർക്കിടയിൽ നീണ്ട മൗനം നിറഞ്ഞു. അവനവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളും മറ്റെല്ലാം മറന്നുകൊണ്ട് ആ നെഞ്ചിൻ ചൂടിൽ പതുങ്ങിക്കിടന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മെഡിസിൻ വാങ്ങാൻ വേണ്ടി ദേവൻ പുറത്തേക്ക് ഇറങ്ങി. മഹിമ സന്തോഷത്തോടെ കണ്ണുകളടിച്ച് കിടന്നു. പെട്ടെന്ന് ആരോ ഡോറ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നു. ഹിമ നെറ്റിച്ചു വിളിച്ചുകൊണ്ട് കണ്ണുകൾ പതിയെ തുറന്നു നോക്കി. തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് അവളാകെ തറഞ്ഞുപോയി. മീനയും മഹേഷും കണ്ണു നിറച്ചുകൊണ്ട് അവളെ നോക്കി. മഹേഷ് ദയനീയമായി തൻ്റെ ചേച്ചിയെ നോക്കിയപ്പോൾ മീൻ അവളെ കത്തിച്ച് ആമ്പലാക്കും പോലെ നോക്കി ദഹിപ്പിച്ചു. മൂത്ത മോൾക്ക് ദൂരെ നാട്ടിൽ നല്ല ശമ്പളത്തിൽ ജോലിയാ. എൻ്റെ മോളാ ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് നടന്ന വെറും ഒരു വിഡിയായ അമ്മയായിരുന്നല്ലേ ഞാൻ? മീനയുടെ ചോദ്യം കേട്ട് ഹിമയുടെ നെഞ്ചു പിടഞ്ഞു പോയി. അമ്മേ വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ അനിയനെ ഡോക്ടറെ കാണിക്കാൻ വന്നതാ ഞാൻ. അപ്പോഴാ നമ്മുടെ തക്കേലെ രമ പറഞ്ഞത് നിറവയറുമായി നീ ഇവിടെ ഉണ്ടെന്ന്. അവരെ എന്താ മോളുടെ കല്യാണം വിളിക്കാനെന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞൊന്നും ആയിരിക്കില്ലെന്ന് അവരോട് വലിയ വായിൽ വീമ്പ് പറഞ്ഞിട്ട് വന്നതാ ഞാൻ. കണ്ണുനീര് സാരിത്തലപ്പ് കൊണ്ട് ഒപ്പിക്കൊണ്ട് അവർ പറഞ്ഞതും മഹിമ ആകെ തകർന്നു പോയി. എന്തായാലും നന്നായിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടേ? ഇത്തിരി വിഷം വാങ്ങി താന്നീ ഞങ്ങൾക്ക് അങ്ങ് തീർന്നേക്കാം. മഹിമ അരുതെന്ന പോലെ തല ചലിപ്പിച്ചു. മഹിക്കിட்ட തന്നെ ചേച്ചിയെയും അമ്മയെയും സങ്കടത്തോടെ നോക്കി. അവൻ അവരോട് എന്ത് പറയണമെന്ന് കൂടി അറിയില്ലായിരുന്നു. അപ്പോഴാണ് ദേവ് ഹിമക്കുള്ള കഞ്ഞിയുമായി അവിടേക്ക് കയറി വന്നത്. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവരവിടെ കണ്ടപ്പോൾ അവനും ആകെ പകച്ചുപോയി. രാവിലെ തന്നെ വേണുവും ഗീതയും പലഹാരങ്ങളും കുറച്ച് ഡ്രസ്സൊക്കെയായി ശ്രീനിലയത്തിൽ വന്നു. ചന്തു അച്ഛനെ കണ്ടത് മോടികളുടെ നെഞ്ചിലേക്ക് ചേർന്നു. അസുഖം അല്പം മൂർച്ഛിച്ചത് കൊണ്ട് തന്നെ വേണു പഴയതിലും അല്പം കൂടി ക്ഷീണിച്ചിരുന്നു. ഗീത ചന്തുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നിനക്ക് നിന്റെ അച്ഛയെ മാത്രമേ കണ്ണിലിടിക്കുള്ളൂ. ഞാനേ നിന്റെ അമ്മ തന്നെ അല്ലേടി? ഗീത കുശുമ്പോടെ ചോദിച്ചത് ചന്തു അവരെയും ചെന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ അമ്മയെ ഞാൻ മറക്കുവോ? കൊഞ്ചിക്കൊണ്ടാണ് പെണ്ണിന്റെ സംസാരം. സോപ്പിടല്ലേ മോളെ, നിനക്ക് നിന്റെ അച്ഛയെ തന്നെയാ ഇഷ്ടം. കുറച്ച് കെറിവോടെ പറഞ്ഞുകൊണ്ട് ഗീത അവളെ ചേർത്ത് പിടിച്ചു. പോകാനുള്ളതൊക്കെ ഒതുക്കിയോ? എത്ര മണിക്ക് ഇറങ്ങേണ്ടത്? എല്ലാം ഇന്നലെ തന്നെ ഒതുക്കി വെച്ചു. 10 മണിക്ക് ഇറങ്ങണം. കുറച്ചു നേരം എല്ലാവരും വിശേഷം പറഞ്ഞിരുന്നു. സൂര്യ ഒരു നീല ലൂസ് ഷർട്ടും നോർമൽ ഒരു ബ്ലാക്ക് പാൻറ്റും എടുത്തണിഞ്ഞു. മുടിയെല്ലാം ചീകിയൊതുക്കി വെച്ച് നെറ്റിയിൽ സ്ഥിരം കുങ്കുമക്കുറിയുമുണ്ട്. ചന്തുവും ഒരു മഞ്ഞ ചുരിദാർ എടുത്തിട്ട് കൊണ്ട് ഒരുങ്ങിയിറങ്ങി. അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം അവൾ കയ്യിൽ കൂട്ടി. ബാലുവും ഗീതയും കൂടി ചന്തുവിനെ കുറെ ഉപദേശിച്ചു. അറിയാതെ നാടാണ്, അവിടെ ആരോടും അധികം കൂട്ടുകൂടാൻ നിൽക്കരുത്, കഥ കടച്ചിരിക്കണം, സ്വർണ്ണമൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ അവിടെ ഉപദേശം നീണ്ടുപോയി. കൃത്യസമയമായതും വീട്ടുമുറ്റത്തേക്ക് ഒരു ടാക്സി വന്നു നിന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇരുവരും വണ്ടിയിൽ കയറി. അവരുടെ വണ്ടി മുന്നോട്ട് പോയതും ചന്തുവിൻ്റെ കണ്ണുകൾ കലങ്ങി. ബാനുവും ഗീതയും നെഞ്ചിൽ കൈവച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലച്ചുവിൻ്റെ മുഖവും ആകെ മങ്ങി. വേണുവും നാരായണനും ഉള്ളിൽ നിറഞ്ഞ വേദനയോടെ പരസ്പരം നോക്കി. 10:30 ട്രെയിൻ. ഇരുവരും തങ്ങൾക്കായുള്ള സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. ചന്തുവിൻ്റെ മുഖത്ത് സന്തോഷവും വീട്ടുകാരെ പിരിഞ്ഞ് ദുഃഖവും ഒരുപോലെ നിറഞ്ഞു. നീട്ടിയുള്ളൊരു ചൂളം വിളിയോടെ ട്രെയിന് മുന്നോട്ട് നീങ്ങി. ചന്തു സൂര്യയുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അവനും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. തനിക്കായി മുംബൈ നഗരം കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ചന്തു യാത്രയായി. അവർക്ക് പിന്നാലെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റൊരാളും ആ ട്രെയിനിലുണ്ടായിരുന്നെന്ന സത്യം അവരിപ്പോൾ അറിഞ്ഞിരുന്നില്ല. ചന്തു പുറം കാഴ്ചകളൊക്കെ ഒത്തിരി കൗതുകത്തോടെ നോക്കിയിരുന്നു. സൂര്യ ഫോണെടുത്ത് ആരൊക്കെയോ വിളിക്കുകയും ഹിന്ദിയിൽ എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തു.
നമ്മുടെ കൊച്ചിന് പണ്ടേ ഹിന്ദിയോട് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൾക്ക് അവർ പറയുന്നൊന്നും മനസ്സിലായില്ല. കാഴ്ചകൾ ഓടി മറിഞ്ഞുകൊണ്ടേയിരുന്നു. പലരും അവൾക്ക് അടുത്ത് വന്ന് മറ്റ് സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു. അതിലൊരു ചെറുപ്പക്കാരൻ അവളെ തന്നെ വഷളം ചുവയോടെ നോക്കിയിരുന്നതും ചന്തു വേഗം സൂര്യയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവനും അവളെ തന്നോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ആ സമയം അവരെ ഫോളോ ചെയ്തിരുന്നവന്റെ മിഴികൾ ആ നിമിഷം വന്യമായെന്ന് തിളങ്ങി. സൂര്യ ചന്തുവിനോട് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് പോയതും അവൾ ഷോൾ കൊണ്ട് തന്നെ ദേഹം പൊതിച്ചുകൊണ്ട് വഴിക്കാഴ്ചകളിലേക്ക് കണ്ടു നട്ടു. കുറച്ചു സമയം കഴിഞ്ഞതും സൂര്യ വന്ന് അവൾക്ക് അടുത്തേക്കിരുന്നു.